നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മതഭ്രാന്ത് പിടിച്ച ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണകൂടം അവർ ഇന്ത്യയെ ഇപ്പോൾ വെല്ലുവിളിക്കുന്നു. ബംഗ്ലാദേശ് വിമോചനവുമായി ബന്ധപ്പെട്ട വിജയ ദിവസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിനെ ബംഗ്ലാദേശ് ഭരണകൂടം ഇപ്പോൾ കടന്നാക്രമിക്കുകയാണ്. പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് നേടിയ വിജയത്തിൽ ഇന്ത്യ വെറും സഖ്യകക്ഷി മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ നിയമോപദേഷ്ടാവ് ആസിഫ് നസ്രുള്ളാണ് വിചിത്രമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ബംഗ്ലാദേശ് നേടിയ വിജയത്തിൽ ഇന്ത്യ പങ്കാളിയാകാൻ ശ്രമിക്കുന്നു. വെറും സഖ്യരാജ്യം മാത്രമായിരുന്നു. അതിൽ കൂടുതലൊന്നും ഇന്ത്യക്ക് അവകാശപ്പെടാനില്ല. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ ഇന്ത്യൻ സൈനികരുടെ പോരാട്ടത്തിന് ആദരവർപ്പിച്ചുകൊണ്ടുള്ള മോദിയുടെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തിയാണ് നസ്രുൾ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. നസ്രുള്ളിന്റെ പോസ്റ്റ് പിന്നീട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസിന്റെ ഓഫീസും പങ്കുവച്ചു. ഇതിൽ പരം എന്ത് നന്ദികേടാണ് ഇന്ത്യയോട് നിങ്ങൾ കാട്ടേണ്ടത്? മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ അട്ടിമറിച്ച വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികൾ എന്ന പ്രസ്ഥാനത്തിന്റെ കൺവീനർ ഹസ്നത്ത് അബ്ദുള്ളയും മോദിയുടെ പോസ്റ്റിനെ വിമർശിച്ച് രംഗത്തെത്തി. പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് നേടിയ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ വിജയമെന്നാണ് അദ്ദേഹം കുറിപ്പിട്ടത്. ബംഗ്ലാദേശ് ജനതയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ വിജയമാണ്, അതല്ലാതെ ഇത് ഇന്ത്യയുടെ വിജയമാണ് എന്ന മട്ടിൽ മോദി അവകാശവാദം ഉന്നയിക്കുന്നത് ഞങ്ങൾ തള്ളിക്കളയുന്നു. ഇത് ബംഗ്ലാദേശിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നതും ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും ഭീഷണി ഉയർത്തുന്നതുമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇന്ത്യയുടെ ഇത്തരം അവകാശവാദങ്ങൾക്കെതിരെ പൊരുതണമെന്നാണ് അബ്ദുള്ള പറയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ തൊഴിൽ സംവരണത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭം എന്ന നിലയ്ക്കാണ് ഹസീന സർക്കാർ താഴെ വീണത്. എന്നാൽ ഇന്ത്യ വിരുദ്ധ വികാരം തന്നെയായിരുന്നു അതിന്റെ ചാലകശക്തി. ഹസീനയ്ക്ക് ഇന്ത്യ പിന്നീട് രാഷ്ട്രീയ അഭയം നൽകി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ അസ്വസ്ഥതകൾ ഇപ്പോൾ നിലനിൽക്കുന്നു. ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് തങ്ങളുടെ സൈനികരെ അയക്കുമോ എന്ന ഭയം ഒരുപക്ഷെ ബംഗ്ലാ ഭരണകൂടത്തിനുണ്ടാകാം. പാകിസ്ഥാൻ ഭരണകൂടം കിഴക്കൻ പാകിസ്ഥാനുമേൽ നടത്തിയ അടിച്ചമർത്തലുകളും കടുത്ത വിവേചനവുമായിരുന്നു ബംഗ്ലാദേശിന്റെ പിറവിക്ക് പിന്നിൽ. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ കാരണം ഇന്ത്യയുടെ ഇച്ഛാശക്തി തന്നെ. അതിപ്പോൾ ബംഗ്ലാദേശ് ബോധപൂർവം മറക്കുന്നു. അസ്തിത്വത്തിന്റെ വേരറക്കുകയാണ് ബംഗ്ലാദേശികൾ. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തി അന്ന് ലോകമാകെ വാഴ്ത്തിയ ഒരു യുദ്ധവിജയം കൂടിയായിരുന്നു 1971 ഇന്ത്യ പാകിസ്ഥാനുമേൽ നേടിയത്. അതായിരുന്നു ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണം. 1947 സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണെങ്കിലും യഥാർത്ഥത്തിൽ 3 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ഇപ്പോഴത്തെ ബംഗ്ലാദേശായ കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി ഭൂമിശാസ്ത്രപരമോ സാംസ്കാരികപരമോ ആയ യാതൊരു ബന്ധവുമില്ല. ഭരണത്തലപ്പത്തുള്ളവരാകട്ടെ 90% പടിഞ്ഞാറുകാർ. പഞ്ചാബികളും സിന്ധികളും പത്താൻകാരും കിഴക്കുള്ള ബംഗാളികളെ പൂർണ്ണമായി അവഗണിച്ചു. പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ഭാഷയായ ഉറുദു ദേശീയ ഭാഷയാക്കി. കിഴക്കൻ പാകിസ്ഥാൻകാരുടെ ബംഗാളിയെ 2ാം ദേശീയ ഭാഷയായി പോലും പാകിസ്ഥാൻ അംഗീകരിച്ചില്ല. 2.5 പതിറ്റാണ്ടുകാലം ആട്ടും തുപ്പുമേറ്റ് ആ ബംഗ്ലാദേശികൾ അങ്ങനെ കഴിഞ്ഞു. 1970 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിലെ നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് ഭൂരിപക്ഷം നേടി. കിഴക്കുള്ളവർക്ക് അധികാരം ലഭിക്കുമെന്ന് കണ്ടതോടെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ യഹിയ ഖാന്റെ സൈനിക ഭരണകൂടം അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. ഇതോടെ കിഴക്കൻ പാകിസ്ഥാനിൽ മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ വിമോചന പോരാട്ടം ശക്തമാക്കി. ഇതിനെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ സൈനിക നടപടികൾ ആരംഭിച്ചു. അതാവട്ടെ സമാനതകളില്ലാത്ത ക്രൂരതകൾ നിറഞ്ഞതും. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഇന്ത്യയുടെ കടന്നുവരവ്. 1971 മാർച്ചിൽ ഇന്ദിരാഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും തെരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിലെത്തിയ സമയം. ഉടൻ തന്നെ യുദ്ധത്തിൽ ഇടപെടാൻ കരസേനാ മേധാവി ജനറൽ സാം മനേക്ഷായ്ക്ക് ഇന്ദിരാഗാന്ധി നിർദ്ദേശം നൽകി. മാർച്ച് മുതൽ നവംബർ വരെ ചെറിയ ഇടപെടലുകളാണ് ഇന്ത്യ നടത്തിയത്. വലിയ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ. ഈ സമയം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ദിര കിഴക്കൻ പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. ബംഗ്ലാദേശ് രാഷ്ട്രത്തിന്റെ പ്രസക്തി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി തന്റെ യാത്രയിലുടനീളം ചെയ്തത്. കിഴക്കൻ പാകിസ്ഥാൻ വിമോചന സമരത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്ന മുക്തിബാഹിനി സേനയെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയ നാളുകൾ. അന്ന് മുക്തിബാഹിനിക്ക് വേണ്ടത്ര ട്രെയിനിങ്ങുകൾ ഒരുക്കാൻ ഇന്ത്യൻ സേന ശ്രമിച്ചു. മുക്തിബാഹിനിയെ പരിശീലിപ്പിച്ചത് ഇന്ത്യയുടെ സൈനികർ. മുൻ സോവിയറ്റ് യൂണിയന്റെ സഹായം ഇതിനുവേണ്ടി ഇന്ദിര നേടിയെടുത്തു. അമേരിക്കയുടെ സഹായം പൂർണ്ണമായി പാകിസ്ഥാന് ലഭിച്ചു.
ഡിസംബറിൽ ഇന്ത്യൻ വ്യോമത്താവളങ്ങളെ പാകിസ്ഥാൻ ആക്രമിച്ചതോടെ ഇന്ത്യ അന്തിമ യുദ്ധത്തിനിറങ്ങി. ബംഗ്ലാദേശ് പിറവിക്ക് കാരണമായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ മുന്നിൽ നിന്ന് നയിച്ച സൈനിക നേതാക്കളെയും സൈനികരെയുമൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി ആദരമർപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് നൊന്തത്? സമാനതകളില്ലാത്ത നയതന്ത്രജ്ഞതയാണ് അന്ന് ഇന്ത്യ പുറത്തെടുത്തത്. യുദ്ധത്തിന് മുന്നോടിയായി രാജ്യാന്തര പിന്തുണ നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തി. 6ാം കപ്പൽപ്പടയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയച്ച് ഇന്ത്യയെ വിരട്ടാനുള്ള US ശ്രമത്തെ അന്ന് കരുത്തരായിരുന്ന സോവിയറ്റ് യൂണിയനുമായി ഒരു പ്രതിരോധ ഇടപാടുണ്ടാക്കി ഇന്ത്യ തകർത്തെറിഞ്ഞു. അന്ന് ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമായ ഈ സൈനിക മേധാവികളെയും ധീര സൈനികരെയും ഒന്നും ഒരിക്കലും ഇന്ത്യ മറക്കില്ല. ഫീൽഡ് മാർഷൽ സാം മനേഷ്ക തന്നെയായിരുന്നു അതിന്റെ മുൻനിര പോരാളി. ഇതിഹാസ തുല്യനായ ഈ സൈന്യാധിപന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ 1971 യുദ്ധവിജയത്തിലേക്ക് കടന്നത്. 2ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ സൈനികരെ നേരിടുന്നതിനിടയിൽ വെടിയേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട് അദ്ദേഹം അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 1969 ജൂൺ 7 ഇന്ത്യൻ കരസേനാ മേധാവിയായി. 7 മാസത്തെ യുദ്ധ തയ്യാറെടുപ്പുകൾ മാത്രമാണ് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് ലഭിച്ച സമയം. വെറും 13 ദിവസം കൊണ്ട് പാക് സൈന്യത്തെ നിലംപരിശാക്കിയ ഇന്ത്യൻ സൈന്യത്തിന്റെ വീരകഥ തന്നെയാണ് എപ്പോഴും നമ്മുടെ ഓർമ്മകളിലുള്ളത്. ആ 13 ദിവസവും മുന്നണിയിൽ സാധാരണ പട്ടാളക്കാരോടൊപ്പം ചെലവഴിച്ചാണ് ജനറൽ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞത്. ബംഗ്ലാദേശ് യുദ്ധത്തിൽ വ്യോമസേന വഹിച്ച മികച്ച പങ്കിന് സമർത്ഥമായ നേതൃത്വം നൽകിയത് എയർ ചീഫ് മാർഷൽ പ്രതാപ് ചന്ദ്രലാൽ. 1971 കിഴക്കൻ മേഖലയിലെ കരസേനയുടെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറ. ഇന്ത്യക്ക് ചരിത്ര വിജയം നേടിത്തന്ന തന്ത്രങ്ങൾ പൂർണ്ണമായും ആസൂത്രണം ചെയ്തത് അദ്ദേഹമാണ്. കരസേന മുന്നേറ്റത്തിന് വേഗം കൊടുക്കാൻ വ്യോമസേനയുടെ ആക്രമണശേഷി ഫലപ്രദമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ശത്രുസേനാ താവളങ്ങൾ ഒന്നൊന്നായി ആക്രമിച്ച് തകർത്തു. എതിരാളികളുടെ യുദ്ധവിമാനങ്ങളെ പൂർണ്ണമായി കബളിപ്പിക്കാൻ പ്രധാന നിരത്തുകൾ ഒഴിവാക്കി ചെറുപാതകളിലൂടെ സേനാ മുന്നേറ്റം നടത്തി. പാക് പടയെ നയിച്ച ലഫ്റ്റനന്റ് ജനറൽ നിയാസി ആയുധം അടിയറ വെച്ച് കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെച്ചത് അറോറയ്ക്ക് മുന്നിൽ. ബംഗ്ലാദേശ് യുദ്ധത്തിൽ പശ്ചിമ മേഖല കമാൻഡറായി നിർണായക നേതൃത്വം നൽകിയ മലയാളി സൈനിക ഓഫീസറെ നമുക്ക് മറക്കാൻ കഴിയില്ല. ലഫ്റ്റനന്റ് ജനറൽ കുഞ്ഞിരാമൻ പാലാട്ട് കണ്ടത്ത്. അദ്ദേഹത്തിന്റെ ആസൂത്രണ ഏകോപനത്തിലുള്ള ഇന്ത്യൻ മുന്നേറ്റം ലാഹോറിനടുത്ത് വരെയെത്തി. 1971 യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഒരു പടക്കപ്പൽ INS കുക്രിയുടെ നായകൻ, ഇല്ല ഇന്ത്യ മറക്കില്ല അദ്ദേഹത്തെ, ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ല. 1971 ഡിസംബർ 9 രാത്രി 8:45 അറബിക്കടലിൽ പാകിസ്ഥാൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ കുക്രി എന്ന കപ്പൽ തകരുന്നു. കപ്പൽ മുങ്ങുമെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ മുല്ല തന്റെ കീഴിലുള്ള പരമാവധി സൈനികരെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. സ്വന്തം ലൈഫ് ജാക്കറ്റ് വരെ ഒരു യുവ സൈനികന് നൽകി നീന്തി രക്ഷപ്പെടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 70ഓളം പേർ രക്ഷപ്പെട്ടു. മറ്റു ചില സൈനികർ അദ്ദേഹത്തോട് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ ഉത്തരവ് അദ്ദേഹം എഴുതി നൽകി. അസാമാന്യമായ ധീരത, അതാണ് ക്യാപ്റ്റൻ മുല്ല പ്രകടിപ്പിച്ചത്. കപ്പൽ മുങ്ങിത്താഴുന്ന നിമിഷങ്ങളിൽ കൊടിമരത്തിന് താഴെയുള്ള കസേരയിൽ അദ്ദേഹം ശാന്തനായിരുന്നു. അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടുന്നവരെ അദ്ദേഹം കൈവീശി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. മലയാളികളടക്കം 18 ഓഫീസർമാരും 176 നാവികരുമാണ് ആ കപ്പലിനൊപ്പം അന്ന് കടൽ മറഞ്ഞത്. ഒപ്പം ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ലയും. ഇല്ല, ഇന്ത്യ അത് മറക്കില്ല. 1971 മാർച്ച് 7 മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിലെ ജനമുന്നേറ്റം അടിച്ചമർത്താനുള്ള പാക് ശ്രമം കലാപത്തിലേക്ക്. മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്ത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ അവർ തടങ്കലിലാക്കി. ഇന്ത്യൻ സൈനിക ഇടപെടലിന് ശേഷം രൂപീകരിച്ച സ്വതന്ത്ര ബംഗ്ലാദേശിൽ 1972 മുജീബുർ തിരിച്ചെത്തുന്നത്. തുടർന്ന് അദ്ദേഹം ആദ്യ പ്രധാനമന്ത്രിയായി. പിന്നീട് 1975 പ്രസിഡന്റായി സ്ഥാനമേറ്റ മുജീബ് സൈനിക അട്ടിമറിയിൽ കൊല്ലപ്പെട്ടു. 1975 ഓഗസ്റ്റ് 15 ധാക്കയിലെ വസതിയിലെത്തിയ അക്രമികൾ മുജീബിന്റെ ഭാര്യയെയും 3 പുത്രന്മാരെയും 2 പുത്രഭാര്യമാരെയും അടക്കം 20 പേരെ അന്ന് വധിച്ചു. അന്ന് വിദേശത്തായിരുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട 2 പെൺമക്കളിൽ ഒരാളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യ അഭയം നൽകിയിരിക്കുന്ന ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ പാകിസ്ഥാനോട് ഏറ്റുമുട്ടിയ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. വെറും 13 ദിവസങ്ങൾ മാത്രം. ഒടുവിൽ ജയം ഇന്ത്യക്കൊപ്പം. ധാക്കയിൽ ഇന്ത്യൻ പതാക അന്ന് പാറിപ്പറന്നു.
യുദ്ധത്തിനൊടുവിൽ ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസിയുടെ നേതൃത്വത്തിൽ 93,000 പാക് സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ സൈനിക കീഴടങ്ങൽ. ജനറൽ നിയാസി കീഴടങ്ങൽ രേഖ ഒപ്പുവെച്ചതിന് തൊട്ടുപിന്നാലെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അതോടെ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി നിലനിന്ന പാകിസ്ഥാൻ രണ്ടായി. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രമായി മാറി. 8,000-ഓളം പാക് സൈനികരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. 25,000 പാക് സൈനികർക്ക് പരിക്കേറ്റു. ഇന്ത്യയുടെ 3,000-ഓളം ധീര സൈനികർ വീരമൃത്യു വരിച്ചു. 12,000-ഓളം സൈനികർക്ക് പരിക്കേറ്റു. അന്ന് യുദ്ധഭൂമിയിൽ കൊടുങ്കാറ്റുയർത്തിയ ഓരോ സൈനികന്റെയും ഓർമ്മകൾ അഭിമാനത്തോടെ നെഞ്ചിലേറ്റുകയാണ് ഓരോ ഭാരതീയനും. ആ വികാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. അതിനെ പരിഹസിക്കുന്ന പുതിയ ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും? എത്ര നന്ദി കെട്ടവർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.